വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി നമുക്ക് MySQL ഡിലീറ്റ് ഓപ്പറേഷൻസ് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. ഒരു റെക്കോർഡ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നുള്ളത്. അതിന് മുമ്പായിട്ട് ഒരു ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു ഇഷ്യൂസ് റെഫറൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു റെഫറൻസ് ഉള്ള ടേബിൾ, ആ ഒരു ടേബിളിലെ എൻട്രി വേറെ ഏതെങ്കിലും ടേബിളിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ID ഞാൻ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാണ്. ഞാൻ റീഫ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ID 1 2 കൊടുത്തു. ഞാൻ സേവ് ചെയ്തതിനു ശേഷം അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് ID 1 എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഐഡിയും 2 എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഐഡിയും ഞാൻ എവിടെ യൂസ് ചെയ്തിട്ടുണ്ട്? എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരെ പോയിട്ട് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഇവിടെ ഞാൻ ഈ ഒരു ടേബിൾ ഡിലീറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ എടുത്തു. ഡിലീറ്റ് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ആവാൻ വേണ്ടിട്ട് ഒരു സേവ് കമാൻഡ് S അല്ലെങ്കിൽ കൺട്രോൾ S കൂടെ കൊടുക്കണം. അപ്പൊ പറയും കനോട്ട് ഡ്രോപ്പ് ടേബിൾ ഡിപ്പാർട്ട്മെന്റ് റെഫറൻസ് ബൈ എ ഫോറിൻ കീ കൺസ്ട്രെയിന്റ് എംപ്ലോയീസ് ടേബിൾ എംപ്ലോയീസ് all changes were reverted. DDL statement can't be diverted. അപ്പൊ എന്താണ് പറയുന്നത്? ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിലുള്ള ID എവിടെ യൂസ് ചെയ്തിട്ടുണ്ട്? എംപ്ലോയീസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു സിനാരിയോ വരുന്നത് എന്താണ്? നിങ്ങളൊരു ആപ്ലിക്കേഷൻ ചെയ്തു, ഒരു ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തു. അപ്പൊ അതിനെ നമ്മൾ ആഡ് എഡിറ്റ് ഡിലീറ്റ് ഫംഗ്ഷനാലിറ്റി വെക്കും അല്ലെ? അപ്പോൾ എപ്പോഴും ഡിലീറ്റ് ഫംഗ്ഷനാലിറ്റി ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അലോ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ API എന്ത് ചെയ്യണം? ബിഹൈൻഡ് ദ സീൻ അത് ചെക്ക് ചെയ്യണം. ഈ ഒരു ID എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റെക്കോർഡിന്റെ നേരെ ഡിലീറ്റ് ഐക്കൺ ലോക്ക് ആയിരിക്കണം, ഡിസേബിൾ ആയിരിക്കണം, ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. എഡിറ്റും ആഡ് ഒക്കെ ഓക്കെ, പക്ഷെ ഡിലീറ്റ് ചെയ്യാൻ സമ്മതിക്കരുത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും എംപ്ലോയീസിന് ഓൾറെഡി അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ റിഫ്രഷ് ചെയ്തിട്ട് ഡിസ്കാർഡ് ചെയ്യാണ്. ഡിസ്കാർഡ് ചെയ്ത് ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇഗ്നോർ ഫോറിൻ കീ ചെക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റ് ആവും. അപ്പൊ എന്താണ്? ഫോറിൻ കീ ചെക്ക് സ്കിപ്പ് ചെയ്യാനാണ് പറയുന്നത്. അത് ഫോഴ്സ്ഫുള്ളി ഡിലീറ്റ് ചെയ്യും പോലെ. അപ്പൊ ബേസിക് ആയിട്ട് കൊറി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു റെക്കോർഡ് എങ്ങനെ, ടേബിൾ അല്ല, ടേബിൾ ഡിലീറ്റ് ചെയ്യുന്ന, നമ്മൾ ട്രങ്കേറ്റ് ചെയ്യുന്ന, ഡ്രോപ്പ് ചെയ്യുന്നൊക്കെ മുമ്പ് പഠിച്ചതാണ്. ഒരു റെക്കോർഡ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡിലീറ്റ് ഫ്രം ടോപ്പ് സ്കോർ. അതായത് ഡിലീറ്റ് എന്ന് പറഞ്ഞ കീ ഫ്രം എവിടെയാണ്? ടോപ്പ് സ്കോർ എന്ന് പറഞ്ഞ ടേബിളിലുള്ള ഡാറ്റയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കാനുള്ള എന്താണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ പറയുന്ന നമ്മൾ കണ്ടീഷൻ ഒന്നും പറയുന്നില്ല. ഡിലീറ്റ് ഫ്രം ടോപ്പ് സ്കോർ എന്ന് പറയുമ്പോൾ ടോപ്പ് സ്കോർസ് എന്ന് പറഞ്ഞ ടേബിളിലെ കംപ്ലീറ്റ് ഡാറ്റ ഡിലീറ്റ് ആവും. അതുകൊണ്ട് എപ്പോഴും ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ ക്വറി നിങ്ങൾ കണ്ടീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ടേബിളിലെ കംപ്ലീറ്റ് ഡാറ്റ ഡിലീറ്റ് ആവും. പ്രൊഡക്ഷനിലൊക്കെ കയറിയിട്ട് നിങ്ങളെ ഒറിജിനൽ ഡാറ്റയൊക്കെ നിങ്ങൾ ഡിലീറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം. 2-3 പ്രാവശ്യം നിങ്ങൾ ക്വറി റീചെക്ക് ചെയ്തിട്ട് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ടേബിളിലുള്ള ഡാറ്റ ഡിലീറ്റ് ആവും. അപ്പൊ നമുക്കിപ്പോ ടോപ്പ് സ്കോറിൽ ഡാറ്റ ഉണ്ട്. ഞാൻ ആ ക്വറി ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാണ്. റൺ ചെയ്തു. അപ്പൊ പറയുന്നത് 5 റോസ് അഫക്റ്റഡ്. നമ്മുടെ 5 റോ ഉണ്ടായിരുന്നു, 5 റോ ഡിലീറ്റ് ആയി. റീഫ്രഷ് ചെയ്തപ്പോൾ ആ ഒരു ഡാറ്റ പോയിട്ടുണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിലീറ്റ് ക്വറി. അതേപോലെ തന്നെ അതൊരു ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിലീറ്റ് ക്വറി. അതേപോലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ക്വറി കൂടിയാണ് ഡിലീറ്റ് ഫ്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതിലെ എപ്പോഴും ഒരു കണ്ടീഷൻ ബേസ്ഡ് ചെയ്തിട്ടായിരിക്കണം ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എംപ്ലോയീസിലുള്ള മൂന്നാമത്തെ എംപ്ലോയിനെ മാത്രമാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ആലീസിനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഡിലീറ്റ് ഫ്രം എംപ്ലോയീസ് വേർ എംപ്ലോയി ID ഈക്വൽ ടു 3. അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് കൊടുക്കാം. കണ്ടീഷൻ കൊടുത്തിട്ട് മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഡിലീറ്റ് ഫ്രം എംപ്ലോയീസ് ഏത് ടേബിൾ നിന്നാണ്? വേർ ഒരു കണ്ടീഷൻ ആണ്, എംപ്ലോയി ID ഈക്വൽ ടു 3. അപ്പൊ ഈ വേർ കണ്ടീഷനിൽ നിങ്ങൾക്ക് ആൻഡും ഓറും അങ്ങനെ ഏതൊക്കെ കണ്ടീഷൻസ് വേണം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇനി എംപ്ലോയി ഡിലീറ്റ് ചെയ്തു. ഞാൻ റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മൂന്നാമത്തെ എംപ്ലോയിന് മാത്രമേ ഡിലീറ്റ് ആയിട്ടുള്ളൂ. ഇനി ജോയിൻ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. അതായത് നമ്മൾ പറയണേ, നമ്മൾക്ക് ഓർഡേഴ്സിൽ ഡാറ്റ ഉണ്ട് അല്ലെ? നോക്കാം. ഓർഡേഴ്സിൽ ഡാറ്റ ഉണ്ട്, കസ്റ്റമേഴ്സിലും ഓർഡേഴ്സിലും നമുക്ക് ഡാറ്റ ഉണ്ട്. അപ്പം പറയണേ കസ്റ്റമേഴ്സിന്റെ ഷിപ്പിംഗ് അഡ്രസ് 123 മാപ്പിൾ സ്ട്രീറ്റ് ആയിട്ടുള്ള ആ കസ്റ്റമറായിട്ട് ബന്ധപ്പെട്ട് ഓർഡർ ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ കസ്റ്റമർ ID നമ്മൾ എടുത്തില്ല. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭം വരുമ്പോൾ നമുക്ക് ജോയിൻ ഉപയോഗിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ സ്ഥലത്തുള്ള ഓർഡേഴ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഡിലീറ്റ് ഓർഡേഴ്സ് ഞാൻ ഡിലീറ്റ് ഉണ്ട്. ഓർഡേഴ്സ് എന്ത് ഡിലീറ്റ് ചെയ്യണം? ഫ്രം ഓർഡേഴ്സ്. ഡിലീറ്റ് ഓർഡേഴ്സ് ഫ്രം ഓർഡേഴ്സ്. ജോയിൻ കസ്റ്റമേഴ്സ് ജോയിൻ ചെയ്യണം. ഓൺ ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റമർ. ഓർഡറിലുള്ള കസ്റ്റമർ ID കസ്റ്റമേഴ്സിലുള്ള കസ്റ്റമർ ID. നമ്മൾ അലിയാസ് ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. രണ്ടും സെയിം ആയിട്ടുള്ളതെന്ന്. എന്നിട്ട് അടുത്ത കണ്ടീഷൻ വേർ കസ്റ്റമേഴ്സ് ഡോട്ട് ഷിപ്പിംഗ് അഡ്രസ്. കസ്റ്റമറിലുള്ള ഷിപ്പിംഗ് അഡ്രസ് 123 മാപ്പിൾ സ്ട്രീറ്റ് ആയിട്ടുള്ള. റൺ കൊടുക്കാണ്. റൺ കൊടുത്തപ്പോൾ 1 query അഫക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? ഡിലീറ്റ് ഫ്രം ഓർഡേഴ്സിന് പകരം ഓർഡേഴ്സ് ഫ്രം ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിലീറ്റ് ഫ്രം മാത്രം കൊടുത്താൽ പോരാ. അപ്പൊ ഓർഡേഴ്സ് നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പൊ ഒരു ഓർഡർ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ജോയിൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എന്താണ്, ഏത്
ടേബിൾ നിന്നാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടെ പറയണം. ജോയിൻ ചെയ്ത് ഫ്രം ഓർഡേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെ ഏത് ടേബിൾ നിന്നാണ് ആക്ച്വലി ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ടേബിൾ ഡിലീറ്റ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കും. രണ്ടാമത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ന റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ട് 0 റോസ് അഫക്റ്റഡ് എന്നത് കാണും. ഇങ്ങനെയാണ് ജോയിൻ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി നേരത്തെ നമ്മൾ ഇൻ ഓപ്പറേറ്റർ നോക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നോട്ട് ഇൻ ഓപ്പറേറ്റർ. നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. 1 2 3 എംപ്ലോയീസ് നോക്കി കഴിഞ്ഞാൽ 1 2 റെക്കോർഡ് ഉണ്ട്, അതിൽ 1 മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പറയാണ് എംപ്ലോയീസ് ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പോൾ 2 3 ഡിലീറ്റ് ആണോ അല്ലെ? അപ്പൊ അതിനുള്ള ക്വറി എങ്ങനെയാണ്? ഡിലീറ്റ് ഫ്രം ഡിപ്പാർട്ട്മെന്റ്സ് എന്നാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. വേർ എന്താണ് കണ്ടീഷൻ? എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഐ ഡി നോട്ട് ഇൻ സബ് ക്വറി ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിന്റെ ആ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇന്നിലേക്ക് നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വാല്യൂ കൊടുക്കേണ്ടത്. സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഫ്രം എംപ്ലോയീസിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഒക്കെ ആവുന്ന സമയത്ത് ഫംഗ്ഷൻ അല്ലാതെ കീവേഡ് ഉപയോഗിക്കാം. ഡിസ്റ്റിങ്ക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഫ്രം എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഡിപ്പാർട്ട്മെന്റ് ഇത് ആദ്യം എക്സിക്യൂട്ട് ആവും. ആദ്യം എക്സിക്യൂട്ട് ആയി സബ് ക്വറിയാണ്. സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഫ്രം എംപ്ലോയീസ്. അപ്പൊ അതിന് എംപ്ലോയീസ് എന്തെടുക്കും? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിൽ ഈക്വൽ യുണീക്ക് ആയിട്ടുള്ള വാല്യൂ 1 ആണുള്ളത്. 1 എടുക്കും. 1 ഇതിൽ പാസ് ആവും. അപ്പൊ നോട്ട് ഇൻ 1 എന്ന് പറഞ്ഞുവരും. അപ്പോ ഡിലീറ്റ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് വേർ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി നോട്ട് ഇൻ 1. അപ്പൊ എന്താണ്? 2ഉം 3ഉം ആയിരിക്കും. ഒന്നല്ലാത്ത 2ഉം 3ഉം ഡിലീറ്റ് ആവും. അപ്പൊ അത് ലൈക്ക് 2 റോസ് അഫക്റ്റഡ്. എവിടുന്ന? ഡിപ്പാർട്ട്മെന്റ്സ് എന്നല്ല. അപ്പൊ ഡിപ്പാർട്ട്മെന്റ്സ് പോയിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 2ഉം 3ഉം ഡിലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് സബ് ക്വറി ഉപയോഗിച്ച് നമുക്ക് ഒരു ഡിലീറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അതേപോലെ നോട്ട് ഇൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും നിങ്ങൾ ഇതിൽ കൂടെ പഠിച്ചു. ഇതേപോലെ തന്നെ നിങ്ങൾ ഡിലീറ്റിൽ നിങ്ങൾ ലിമിറ്റ് കൊടുക്കാം, അതേപോലെ തന്നെ ഓർഡർ ചെയ്യാം, കണ്ടീഷൻസ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുക്കാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡിലീറ്റിലും കൂടെ ഉപയോഗിക്കാവുന്നതാണ്.